ഉനോനെ ഉത്സുകതാപൂർവക് പൂച്ച, അദ്ദേഹം ആകാംക്ഷയോടെ ചോദിച്ചു. ഉത്സുകതാപൂർവക് പൂച്ച, അറിയുവാനുള്ള ആഗ്രഹത്തോടെ ആകാംക്ഷയോടെ അദ്ദേഹം ചോദിച്ചു. തും ലേറ്റ് ക്യൂ ഹുയേ? നമ്മുടെയൊക്കെ പേരൻസ് ചോദിക്കുന്ന കണക്ക് തന്നെ താമസിച്ചു വന്നതുകൊണ്ട് അരുൺ ഗാന്ധിയുടെ പിതാവും അരുൺ ഗാന്ധിയോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ലേറ്റ് ആയത്? വൈ ആർ യു ലേറ്റ്? തും ലേറ്റ് ക്യൂ ഹുയേ? ഉനെ യഹ് ബതാത്തെ ഹുയേ മുझे बहुत शर्म आई, അദ്ദേഹത്തിനോട് ഇത് പറയാൻ, യഹ് ബതാത്തെ ഹുയേ, ഇത് പറയുന്നതിൽ മുझे बहुत शर्म आई, എനിക്ക് വലിയ ലജ്ജ തോന്നി. मैं ജോൺ ബെൻ की एक पश्चिमी फिल्म देख रहा था, ഞാൻ ജോൺ ബെന്നിന്റെ ഒരു പാശ്ചാത്യ സിനിമ കാണുകയായിരുന്നു എന്ന് അദ്ദേഹത്തിനോട് പറയാൻ എനിക്ക് ലജ്ജ തോന്നി. അതെന്തുകൊണ്ട് ലജ്ജ തോന്നി എന്ന് ചോദിച്ചാല്, ഒരു പാശ്ചാത്യ സിനിമ കാണുന്നു എന്ന് പറയുമ്പോ അതിലെന്തോ മോശം കാര്യമുണ്ട് എന്നുള്ളൊരു ചിന്ത ഒരു പക്ഷേ അരുൺ ഗാന്ധിയുടെ മനസ്സിലുണ്ടായിരിക്കാം. അല്ലെങ്കിൽ പാശ്ചാത്യർക്കെതിരെ പോരാടുന്ന മഹാത്മാഗാന്ധിയുടെ പൗത്രൻ സ്വദേശ സ്നേഹവും സ്വദേശ ഭാഷയും ഒക്കെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി വാദിക്കുന്ന മഹാത്മാഗാന്ധിയുടെ പൗത്രൻ ഒരു വിദേശ സിനിമ കണ്ട് സമയം പോയത് അറിഞ്ഞില്ല എന്ന് പറയുന്നതിലുള്ള ലജ്ജയാവാം. എന്തായാലും ജോൺ ബെന്നിന്റെ സിനിമ കാണുകയായിരുന്നു എന്ന് അച്ഛനോട് പറയാൻ അരുൺ ഗാന്ധിക്ക് ഒരു ലജ്ജ തോന്നി, ശർമായി. ഇസ്ലിയെ മേനെ കഹ് ദിയ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. കാർ തയ്യാർ നഹീന്തി, കാർ റെഡി ആയിരുന്നില്ല, സർവീസിങ്ങിന് കൊടുത്ത കാർ റെഡി ആയില്ല, തയ്യാർ നഹീന്തി. ഇസ്ലിയെ മുझे വഹാം ദേർ ഹോ ഗയി, അതുകൊണ്ട് ഞാൻ അവിടെ ലേറ്റായി. മനസ്സിലായോ? അപ്പൊ അരുൺ ഗാന്ധി ഇവിടെ സത്യസന്ധമായിട്ടാണോ പിതാവിനോട് പറഞ്ഞത്? അല്ല. അരുൺ ഗാന്ധി യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാ താമസിച്ചത്? യെസ്, അദ്ദേഹം തിയേറ്ററിലായിരുന്നു. സിനിമാ ഘർമേം സിനിമ देखते समय का ध्यान नहीं रखा, इसलिए लेट हो गए. लेकिन अभी उसने पिताजी से कहा कार का सर्विसिंग नहीं कर चुके थे, इसलिए लेट हो गया. കാറിന്റെ സർവീസിംഗ് കഴിഞ്ഞില്ല, അതുകൊണ്ട് ലേറ്റ് ആയി. ഇങ്ങനെയുള്ള നിർദോഷകരമെന്ന് നമ്മൾ വിചാരിക്കുന്ന ചെറിയ ചെറിയ കള്ളത്തരങ്ങൾ നമ്മളും നമ്മുടെ പേരൻസിനോടോ കൂട്ടുകാരോടോ ടീച്ചേഴ്സിനോടോ ഒക്കെ പറയാറുണ്ട്. കാരണം പലപ്പോഴും ഇത്തരത്തിലുള്ള ലജ്ജയായിരിക്കും. ഒരു പക്ഷേ നമ്മൾ ശിക്ഷിക്കപ്പെടുമോ എന്നുള്ള പേടി, നമ്മളെ അപമാനിക്കുമോ, സത്യം പറഞ്ഞാൽ നമ്മൾ അപമാനിതരാകുമോ എന്നുള്ള ഭയം, അല്ലെങ്കിൽ സത്യം പറഞ്ഞാല് നമ്മളെ കുറിച്ച് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള ഒരു ചിന്ത. ഇങ്ങനെയൊക്കെയുള്ള പലതരം ചിന്തകളും ആലോചനകളും പിരിമുറുക്കങ്ങളും കാരണം പലപ്പോഴും നമ്മൾ പേരൻസിനോടോ ടീച്ചേഴ്സിനോടോ ഒക്കെ സത്യം മറച്ചു വെച്ചിട്ട് സംസാരിക്കും. അത് ശരിയാണോ? നല്ല കാര്യമാണോ? അല്ല, ഒരിക്കലും അല്ല. നമ്മൾ എല്ലാ കാര്യങ്ങളും പേരൻസിനോട് സത്യസന്ധമായിട്ട് തന്നെ പറയുക. ഓക്കെ, അതിലാണ് എപ്പോഴും നമുക്ക് നന്മ വരിക എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ശരി, ബാക്കി നോക്കൂ. മുझे इस बात का कोई अंदाजा नहीं था, പക്ഷെ ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് വിചാരിച്ചിരുന്നില്ല, ആലോചിച്ചിരുന്നില്ല. അന്താസ നഹീം ഥ, ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിരുന്നേ ഇല്ല. കി, എന്തെന്നാൽ പിതാജി പെഹലെ ഹി ഗാരേജ് കോ ഫോൺ കർ ചുകേ ഥേ, അച്ഛൻ ആദ്യം തന്നെ ഗാരേജിലേക്ക് ഫോൺ ചെയ്തിരുന്നു. മകനെ കാണാതായപ്പോ ടെൻഷൻ കൊണ്ടാവാം അച്ഛൻ ആദ്യം തന്നെ ഗാരേജിലേക്ക് ഫോൺ ചെയ്തിരുന്നു, കാർ സർവീസിങ്ങിന് കൊടുത്ത സ്ഥലത്തേക്ക് ഫോൺ ചെയ്തിരുന്നു. അവർ അസ്ലിയത്ത് സേ വാക്കിഫ് ഥേ, അദ്ദേഹം യാഥാർത്ഥ്യം മനസ്സിലാക്കിയിരുന്നു. അസ്ലിയത്ത് സേ വാക്കിഫ് ഥേ, യാഥാർത്ഥ്യം മനസ്സിലാക്കിയിരുന്നു. വേ മേരെ ഛൂട്ട് കോ ജാൻ ചുകേ ഥേ, അദ്ദേഹം ഞാൻ പറഞ്ഞത് കള്ളമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞു. പർ പോലെ, നമ്മൾ പറഞ്ഞത് കള്ളമാണെന്ന് പേരൻസ് അറിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ നമ്മളെ ശിക്ഷിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ ഇവിടെ, അല്ലെങ്കിൽ ഉപദേശിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇവിടെ നോക്കൂ, പർ പോലെ, ഞാൻ പറഞ്ഞത് കള്ളമാണെന്ന് അദ്ദേഹം അറിഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ജിസ് തരഹ് സേ മേനെ തുമേ ബഡാ കിയ, എങ്ങനെയാണോ ഞാൻ നിന്നെ വലുതാക്കിയത്, നിന്നെ വളർത്തിയത്, ബഡാ കിയാ ഹേ ഉസ്മേം, അതിൽ മുജ്സേ കോയി ഭാരി ചൂക്ക് ഹുയി ഹേ, എനിക്കെന്തോ വലിയ തെറ്റ് സംഭവിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ എങ്ങനെയാണോ വളർത്തിയത് അതിൽ എനിക്ക് വലിയ തെറ്റ് സംഭവിച്ചിരിക്കുന്നു. മനസ്സിലായോ? അപ്പൊ അരുൺ ഗാന്ധി കള്ളം പറഞ്ഞതാണെന്ന് അറിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ പിതാവായ മണിലാൽ ഗാന്ധി അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ നിന്നെ വളർത്തിക്കൊണ്ട് വന്നതില് എനിക്കെന്തോ വലിയ തെറ്റ് സംഭവിച്ചിരിക്കുന്നു. മേനെ തുമേം സച്ച് ബോൽനെ കാ ആത്മവിശ്വാസ് നഹീ ദിയാ ഹെ, ഞാൻ നിനക്ക് സത്യം പറയാനുള്ള, സച്ച് ബോൽനെ കാ, സത്യം പറയാനുള്ള ആത്മവിശ്വാസം നൽകിയില്ല. നിന്നെ വളർത്തിക്കൊണ്ടു വന്നതിൽ എനിക്ക് തെറ്റ് സംഭവിച്ചു, നിന്നെ വളർത്തിയതിൽ ആ പേരന്റിങ്ങിൽ എനിക്കൊരു മിസ്റ്റേക്ക് സംഭവിച്ചു, ഞാൻ നിനക്ക് സത്യം പറയാനുള്ള ധൈര്യം, ആത്മവിശ്വാസം തന്നില്ല. അപ്പൊ ഇവിടെ
അരുൺ ഗാന്ധി കള്ളം പറഞ്ഞത് ആരുടെ കുറ്റം കൊണ്ടെന്നാണ് പറയുന്നത്? അതെ, അദ്ദേഹത്തിന്റെ പിതാവ് അത് ഏറ്റെടുക്കുകയാണ്. നീ കള്ളം പറഞ്ഞതിന് ഉത്തരവാദി ഞാനാണ്. കാരണം സത്യം പറയാനുള്ള ആത്മവിശ്വാസം നിനക്ക് തന്നില്ല. പലപ്പോഴും കുട്ടികൾ കള്ളം പറയുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, വൺ ഓഫ് ദ റീസൺ എന്താണ്? അവരുടെ ആത്മവിശ്വാസ കുറവാണ്. കള്ളം പറഞ്ഞാൽ ശിക്ഷിക്കപ്പെടുമോ, അപമാനിക്കപ്പെടുമോ, തരം താണു പോകുമോ, ഇങ്ങനെയൊക്കെ ആത്മവിശ്വാസം ഇല്ലാതിരിക്കുന്നതാണ് പലപ്പോഴും കള്ളം പറയുന്നതിനുള്ള മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു കാരണം. മനസ്സിലായോ? ആ ഒരു ധൈര്യം അവർക്ക് പകർന്നു കൊടുക്കേണ്ടത് ആരാണ്? പേരൻസ് ആണ്. സത്യം പറഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല എന്നൊരു വിശ്വാസം അവരുടെ മനസ്സിൽ വളർത്തിക്കൊണ്ട് വരേണ്ടത് ആരാണ്? പേരൻസ് ആണ്, ടീച്ചേഴ്സ് ആണ്. അത് ചെയ്യാതിരിക്കുമ്പോഴായിരിക്കും പലപ്പോഴും അവർക്ക് കള്ളം പറയേണ്ടി വരുന്നത്. അത് ഒരു കാരണമാണ്. ഇവിടെ ആ ഒരു കാരണം ആരേറ്റെടുക്കുകയാണ്? അരുൺ ഗാന്ധിയുടെ പിതാവ് ഏറ്റെടുക്കുകയാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ നിന്നെ വളർത്തിയതിൽ എനിക്ക് തെറ്റ് സംഭവിച്ചു, ഞാൻ സത്യം പറയാനുള്ള ആത്മവിശ്വാസം നിനക്ക് തന്നില്ല. അബുമേ ഘർ തക് കി 18 മീൽ കി ദൂരി, ഇനി ഞാൻ വീട് വരെയുള്ള 18 മൈൽ ദൂരം പൈദൽ ചൽക്കർ നടന്നു തന്നെ തൈ കരൂങ്ക പോകും. വീട് വരെയുള്ള 18 മൈൽ ദൂരം ഞാനിനി നടന്നു തന്നെ പോകും. അപ്പൊ അരുൺ ഗാന്ധിയുടെ അച്ഛൻ അരുൺ ഗാന്ധിയോട് എന്താ പറഞ്ഞത്? ജിസ് തരഹ് സെ മേനെ തുംകോ ബഡാ കിയാ ഹൈ ഉസ്മേ മുझे बड़ी भारी चूक हुई है. मैंने तुम्हें सच बोलने का आत्मविश्वास नहीं दिया है. अब मैं घर तक की 18 മീൽ की दूरी पैदल चलकर ही तय करूंगा. വീട് വരെയുള്ള 18 മൈൽ ദൂരം ഞാനിനി നടന്നു തന്നെ പോകും. അപ്പൊ ഇത് അച്ഛന്റെ പ്രായശ്ചിത്തമാണ്. അച്ഛൻ ഇവിടെ തെറ്റ് സ്വയം ഏറ്റെടുക്കുകയാണ്, എന്നിട്ട് അതിന് പ്രായശ്ചിത്തം ചെയ്യുകയാണ്. ആ ചെയ്ത തെറ്റിന് അദ്ദേഹം പ്രായശ്ചിത്തം, ശിക്ഷ അനുഭവിക്കുകയാണ് സ്വയം. യഹ് കഹത്തെ ഹുയെ സൂട്ട് ബൂട്ട് പഹനെ പിതാജിനെ ചലനാ ശുരൂ കിയ. ഇത് പറഞ്ഞിട്ട് സൂട്ടും ബൂട്ടും ഒക്കെ ഇട്ട അച്ഛൻ പിതാജി ചലനാ ശുരൂ കിയ, നടക്കാൻ ആരംഭിച്ചു. നോക്കൂ, അന്ധേരാ ഹോ ചുകാ ഥാ, ഇരുട്ടായി കഴിഞ്ഞു. ജ്യാദാത്തർ രാസ്ത കച്ചാ ഥാ, അതേപോലെ തന്നെ വഴി മിക്കവാറും കച്ചാ ഥാ, പ്രോപ്പർ അല്ല എന്ന് വെച്ചാല് വഴി മിക്കവാറും ഇടിഞ്ഞു പൊളിഞ്ഞതാണ്. സടക്ക് സുൻസാൻ ധി, റോഡാണെങ്കിലോ സുൻസാൻ ആണ്, ശൂന്യമാണ്, റോഡിലൊന്നും ആരും ഉണ്ടാവത്തില്ല. അവർ വഹാൻ കോയി രോഷനി ഭി നഹീന്തി, അവിടെ പ്രകാശം ഉണ്ടായിരുന്നില്ല, വഴിവിളക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ മോശം വഴിയാണ്. കച്ചാ രാസ്താ ഹേ, സുൻസാൻ ഹേ, അവിടെയെങ്ങും ആരും ഉണ്ടാവത്തില്ല. അതുപോലെ തന്നെ അവിടെ രോഷനി ഭി നഹീന്തി, അവിടെ പ്രകാശവും ഇല്ല. മേം പിതാജിക്കോ അകേല നഹീൻ ചോട്, ഞാൻ അച്ഛനെ ഒറ്റയ്ക്ക് പറഞ്ഞുവിടാൻ എനിക്ക് കഴിയില്ലായിരുന്നു. ചോട് സക്താഥ, അച്ഛനെ ഒറ്റയ്ക്ക് പറഞ്ഞുവിടാൻ എനിക്ക് കഴിയില്ലായിരുന്നു. മനസ്സിലായോ? ഇവിടെ ചില സെന്റൻസുകളിലെ വാക്കുകളൊക്കെ ചേർന്ന് വന്നുപോയി. ഇവിടെ ആവശ്യമില്ലാണ്ട് ഒരു ഒന്ന് ഒക്കെ വന്നു. ഇത് ഞാൻ ഇതിനെ ഇമേജിനെ മാറ്റിയെടുത്തപ്പോൾ വന്ന ഒരു മിസ്റ്റേക്ക് ആണ്. എനിക്കത് തിരുത്താനുള്ള ടൈം കിട്ടിയില്ല. ഒന്നാമത്തെ കാര്യം, എന്റെ ലാപ്ടോപ്പ് ചെറുതായിട്ടൊന്ന് കംപ്ലൈന്റ് ആയിരിക്കുകയാണ്. ഞാനിതൊക്കെ ചെയ്തെടുക്കായിരുന്നു, ബട്ട് അതിനുള്ള സമയം കിട്ടിയില്ല. എല്ലാവരും ക്ഷമിക്കുക. അടുത്ത ക്ലാസ് തൊട്ട് ഇത്തരം മിസ്റ്റേക്കുകൾ ആവർത്തിക്കാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നതാണ്. ഓക്കെ. അതേപോലെ തന്നെ ഞാനിവിടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കൊടുത്തിട്ടുണ്ട്. അതെല്ലാവരും പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. അത് കഴിഞ്ഞിട്ട് വായിച്ചു നോക്കാൻ ശ്രമിക്കുക. ഇവിടെ വായിക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇത് എല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിരിക്കും. അവിടെ പോയിട്ട് വായിച്ചു നോക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് ബാക്കി നോക്കാം. इसलिए 5.5 घंटे तक मैं उनके पीछे पीछे धीमी गति से कार चलाता रहा. അങ്ങനെ 5.5 घंटे, 5.5 മണിക്കൂർ, വീട്ടിലേക്കുള്ള 18 മൈൽ ദൂരം നടന്നെത്തുന്നതിന് വേണ്ട 5.5 മണിക്കൂർ സമയം, 5.5 घंटे मैं उनके पीछे पीछे, ഞാൻ അദ്ദേഹത്തിന്റെ പുറകെ ധീമി ഗതിസെ, വേഗത കുറച്ച് കാർ ചലാത്ത രഹ, കാർ ഓടിച്ചുകൊണ്ടിരുന്നു. കാരണം അച്ഛനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റത്തില്ലല്ലോ. ഇത്ര ആളൊഴിഞ്ഞ ഈ മോശം റോഡിലൂടെ, പ്രകാശമില്ലാത്ത ഈ റോഡിലൂടെ അച്ഛനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ പുറകെ അരുൺ ഗാന്ധി പതുക്കെ കാർ ഓടിച്ചു വന്നു. അവർ മേരെ ചൂട്ട് പർ പിതാജിക്കോ പ്രായശ്ചിത്ത് കർത്തേ ഹുയേ ദേഖ്താ രഹ, ഞാൻ പറഞ്ഞ കള്ളത്തിന് മേരേ ചൂട്ട് പർ, എന്റെ കള്ളത്തരത്തിന് പിതാജിക്കോ പ്രായശ്ചിത്ത് കർത്തേ, അച്ഛൻ പ്രായശ്ചിത്തം ചെയ്യുന്നത് ദേഖ്താ രഹ, നോക്കിയിരുന്നു. മകൻ പറഞ്ഞ കള്ളത്തിന് പിതാവ് പ്രായശ്ചിത്തം ചെയ്യുന്നു. ഉസ് ദിൻ മേനെ ജീവൻ കാ ഏക് അഹം നിർണയ ലിയ, അന്ന് ഞാൻ ജീവിതത്തിൽ ഒരു വലിയ തീരുമാനം, അഹം നിർണയ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുത്തു. मैं कभी भी झूठ नहीं बोलूंगा, ഞാൻ ഇനി ഒരിക്കലും കള്ളം പറയില്ല.
ഇങ്ങനെ ഒരു വലിയ തീരുമാനം പിതാവിന്റെ പ്രായശ്ചിത്തത്തിലൂടെ അന്ന് അരുൺ ഗാന്ധി എടുത്തു. അല്ലെ? മേ അക്സർ ഇസ് ഘടനാ കെ ബാരെ മേ സോച്ചതാ ഹൂ, ഞാൻ മിക്കവാറും ഈ സംഭവത്തെ കുറിച്ച് ചിന്തിക്കാറുണ്ട്, ആലോചിക്കാറുണ്ട്. അഗർ പിതാജിനെ മുझे അന്യ പാലകോങ്കി തര, അച്ഛൻ എന്നെ മറ്റ് പാലകോങ്കി തര, പേരൻസിനെ പോലെ സസാ ദീ ഹോത്തി തോ, ശിക്ഷിച്ചിരുന്നെങ്കിൽ, അച്ഛൻ എന്നെ മറ്റ് പേരൻസിനെ പോലെ, മറ്റു കുട്ടികളുടെ പേരൻസിനെ പോലെ ശിക്ഷിച്ചിരുന്നെങ്കിൽ, ക്യാ മേനെ കോയി സബക് സീക്കാ ഹോത്ത, ഞാൻ എന്തെങ്കിലും പാഠം പഠിക്കുമായിരുന്നു അതില്. കള്ളം പറഞ്ഞു വന്ന അരുൺ ഗാന്ധിയെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ചീത്ത വിളിക്കുകയോ വഴക്ക് പറയുകയോ അടിക്കുകയോ അല്ലെങ്കിൽ അച്ഛൻ ചെയ്തതുപോലെ ഒരു പനിഷ്മെന്റ് മകന് കൊടുക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു പാഠം പഠിക്കാൻ അരുൺ ഗാന്ധിക്ക് കഴിയുമായിരുന്നോ? ഇല്ല. ഇങ്ങനെയുള്ള ശിക്ഷകൾ ശരിക്കും നമ്മളെ ഭയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എപ്പോഴാണ് നമ്മൾ നമ്മുടെ തെറ്റുകൾ തിരുത്തുക? ഭയപ്പാടോടെയാണോ നമ്മൾ തെറ്റുകൾ തിരുത്തേണ്ടത്? അല്ല, നമുക്ക് സ്വയം ബോധ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മുടെ തെറ്റുകൾ തിരുത്തുകയും ചെയ്യുമ്പോഴാണ് അത് നമ്മുടെ ജീവിതക്രമത്തിന്റെ ഭാഗമായിട്ട് മാറുക. ഇവിടെ അതിനുള്ള ഒരു പ്രേരണയാണ് അരുൺ ഗാന്ധിയുടെ പിതാവ് അദ്ദേഹത്തിന് നൽകിയത്. ഒരുപക്ഷെ അദ്ദേഹത്തെ ശിക്ഷിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കലും ഈ ഒരു തെറ്റ് മനസ്സിലാക്കുകയോ തിരുത്തുകയോ ചെയ്യില്ലായിരുന്നു. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? എതിരഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ അറിയിക്കുക, കമന്റ് ബോക്സിൽ എഴുതുക. സസ രഹിനേക്കെ ബാദ് ഭി, ശിക്ഷ കിട്ടിയതിന് ശേഷവും, സസ ശിക്ഷ, മേ ശായദ്, ഞാൻ ഒരു പക്ഷേ ഛൂട്ട് ബോൽനേക്കി അപ്പനി ആദത്ത്, കള്ളം പറയാനുള്ള എന്റെ സ്വഭാവം നഹീം ബദൽത്തി ഹോത്തി, മാറ്റിയിട്ടുണ്ടാവില്ല. മറ്റ് പേരൻസിനെ പോലെ അച്ഛൻ എന്നെ അവിടെ വെച്ച് ശിക്ഷിച്ചിരുന്നെങ്കിൽ കള്ളം പറയുന്ന എന്റെ പെരുമാറ്റത്തിന് മാറ്റമൊന്നും ഉണ്ടാകില്ലായിരുന്നു. പരന്തു ഈ അഹിംസാത്മക ഘടനാക്ക, പക്ഷേ അച്ഛൻ എന്നോട് കാണിച്ച അഹിംസാത്മകമായ ഈ സംഭവം, അതായത് അരുൺ ഗാന്ധി ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ആര് ചെയ്യുന്നു? പിതാവ് ചെയ്യുന്നു. അഹിംസാത്മകമായിട്ടുള്ള, ഹിംസയില്ലാത്ത ഈ സംഭവം മേരെ ഊപ്പർ ബഹുത്ത് ഗഹര അസർ ഹുവ, എന്നെ വളരെ ആഴത്തിൽ സ്വാധീനിച്ചു. ഗഹര അസർ ഹുവ. അഹിംസ എന്ന ആശയത്തെ ആരാണ് പ്രാവർത്തികമാക്കിയത് ജീവിതത്തിലെ? മഹാത്മാഗാന്ധി. അദ്ദേഹത്തിന്റെ പുത്രനായ മണിലാൽ ഗാന്ധിയും അഹിംസ എന്ന ആശയത്തിലൂടെ തന്റെ മകനെ തെറ്റ് തിരുത്താൻ പ്രേരണ നൽകുകയാണ് ചെയ്തത്. മുझे लगता है, എനിക്ക് തോന്നുന്നു, ജയ്സേ യഹ് ഘടന കൽഹി ഖടീഹോ, ഇന്നലെ നടന്നതുപോലെ, കൽഹി ഖടീഹോ, ഇന്നലെ നടന്നതുപോലെ തോന്നുന്നു. അഹിംസ കി യഹി ശക്തി ഹേ, ഇതാണ് അഹിംസയുടെ ശക്തി. അഹിംസയിലൂടെയാണ് മഹാത്മാഗാന്ധി, നമ്മുടെ രാഷ്ട്രപിതാവ്, ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പോലും വെല്ലുവിളിച്ചത്. ഇന്ത്യയിലെ ജനങ്ങളെ ഒന്നിപ്പിച്ചു നിർത്തുകയും സമരമുഖത്തേക്ക് അവരെ ഒരുമിച്ച് നയിക്കുകയും ചെയ്തതും അദ്ദേഹം അഹിംസയെ ആയുധമാക്കിക്കൊണ്ടാണ്. അഹിംസയിൽ വലിയ ശക്തിയുണ്ട്. ആ ശക്തിയെ തിരിച്ചറിയുകയും അതിനെ പ്രാവർത്തികമാക്കാൻ പരിശീലിക്കുകയും ചെയ്താല് ലോകത്തിൽ ഒരു ശക്തിക്കും അതിനെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്ന വലിയൊരു നേതാവ്, മഹാനാണ്, മഹാത്മാവാണ് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജി. ഓക്കെ, ശരി. നമ്മൾ ഈ പാഠം പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ പാഠത്തിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങള്, നിങ്ങളുടെ വിമർശനങ്ങള്, നിങ്ങൾക്ക് ഈ പാഠത്തിൽ നിന്ന് എന്തെല്ലാം ഗുണപാഠങ്ങൾ ലഭിച്ചു, ഇത്തരം കാര്യങ്ങളെല്ലാം തീർച്ചയായും. ഓക്കെ, അപ്പൊ നമ്മള് പിതാക്ക പ്രായശ്ചിത്ത് പഠിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും ആ സംസ്മരണം നന്നായിട്ട് മനസ്സിലായില്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതി ചോദിക്കണം. ചോദിക്കുമല്ലോ. ഓക്കെ, പഠിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്, എന്തെങ്കിലും തെറ്റുകളുണ്ട്, എന്തെങ്കിലും മാറ്റങ്ങൾ വേണം, ഇങ്ങനെയുള്ള നല്ല നല്ല നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതണം. അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ നിങ്ങളെ ഷെയർ ചെയ്ത് കൊടുക്കണം. അവരും കാണട്ടെ, അവരും പഠിക്കട്ടെ. അങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണവും കൂടട്ടെ. അതേപോലെ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം. ശരി, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു പാഠഭാഗമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.